എന്നെക്കുറിച്ച് ഒരുത്തൻ ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമൻ്റ് ഇട്ടോൻ്റെ ഫോട്ടോ വെക്കാണ്ട് കമൻ്റ് ഇട്ടോൻ്റെ ഭാര്യനെയും കുഞ്ഞിനെയും വെച്ചിട്ട് ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ അപ്പോൾ ചോദിക്കും, തെറ്റ് ചെയ്തത് അയാളല്ലേ, എന്തിന് അയാളുടെ ഭാര്യയെയും കുഞ്ഞിനെയും ബലിയാടാക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, ഞാനൊരു സ്ത്രീയാണ്, അവൻ്റെ ഭാര്യയും അവൻ്റെ കുഞ്ഞും ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരെ വിളിക്കാത്ത പേര് നാട്ടിലുള്ള സ്ത്രീകളെ വിളിക്കേണ്ട ആവശ്യമില്ല. ആദ്യം വീട്ടിൽ കിടക്കുന്ന സ്ത്രീകളെ വിളിച്ച് ശീലിച്ചതിന് ശേഷം വേണം നാട്ടിലുള്ള സ്ത്രീകളെ വിളിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ കമൻറ്റ്, ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിന് വന്നൊരു മറുപടി, നൗഷാദ്, അത് ഫേക്ക് അക്കൗണ്ടാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷേ എഴുതിയത്, അവൾക്ക് സ്വന്തമായിട്ട് അയാൾക്ക് സ്വന്തമായിട്ട് ഒരു ഭാര്യയും ഉണ്ട്, ഒരു മകളും ഉണ്ട്. നിനക്ക് വല്ലവൻ്റെ മക്കളെ വളർത്തേണ്ട ഗതികേടല്ലേ? എൻ്റെ പൊന്നാര നൗഷാദേ, സത്യമായിട്ട് നിൻ്റെ ചത്തുപോയ തള്ളയാണ് സത്യം. ആ 2 മക്കളും എൻ്റേതാടാ. ഞാൻ എവിടെ നിന്നും സിവിയും പിണ്ണാക്കും കൊടുത്ത് മേടിച്ചതല്ല. ഇനിയിപ്പം കുട്ടിൻ്റെ അച്ഛൻ വേറെയാണെന്ന് പറഞ്ഞാലും ഇത്ര വിഷമല്ലായിരുന്നു. ഞാൻ പ്രസവിച്ച കുട്ടികൾ എൻ്റേതല്ലാന്ന്. എന്തൊക്കെ കമൻറ്റുകളാണ് നിങ്ങൾ ഇടുന്നത്. എന്തിനെങ്കിലും ഒരു ലോജിക്കുണ്ടോ? അതും ഇല്ല. ഞാൻ 10 മാസം നൊന്ത് പ്രസവിച്ച എൻ്റെ മക്കൾ എൻ്റേതല്ല പോലും. ഈ ഒരു സത്യത്തെ നൗഷാദ് പറഞ്ഞിട്ട് മാത്രമാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. നൗഷാദേ, നീ ഇതെന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നേ, ഈ ഒരു സത്യം ഞാൻ ഒരിക്കലും അറിയില്ലായിരുന്നു. എനിക്ക് വേണേ ഭർത്താവില്ല, കുടുംബക്കാരില്ല എന്നൊക്കെ നീ പറഞ്ഞോ. ഇത് കുട്ടികൾ എൻ്റേതല്ല. അങ്ങനെ വരാൻ വഴിയുണ്ടോ? അങ്ങനെ വരുമോ? ഇനിയെങ്ങാനും മദർ മേരിയിലെ ഡോക്ടർക്ക് തെറ്റിപ്പോയോ? ഇനിയിപ്പോൾ അന്നത്തെ ദിവസമോ മോന് പ്രസവിക്കുന്ന സമയത്ത് 2 ഡെലിവറി അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ അഡ്മിറ്റിന് പോയി ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് ആദ്യത്തെ പെണ്ണുങ്ങൾ പ്രസവിച്ച് അവരെ റൂമിലേക്ക് മാറ്റുകയും ചെയ്തേക്ക്. അപ്പോൾ അതാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ മോൻ എൻ്റേത് തന്നെ ഉറപ്പിച്ച്. ഇനി മോളെങ്ങാനും, അന്ന് അവിടെ ഒരൊറ്റ സർജറിയെ നടന്നിട്ടുള്ളൂ, അത് എനിക്ക് മാത്രമാണ്, വേറൊരു പ്രസവം പോലും അവിടെ നടന്നിട്ടില്ല. പിന്നെങ്ങനെ? അപ്പം എൻ്റെ വയറെന്തായിരുന്നു? ഓ, പണ്ടൊക്കെ നിങ്ങൾ കേട്ടില്ലേ, ചോറ് കുറച്ച് കൂടുതൽ തിന്നാൽ വയറ് വീർക്കുമെന്ന്. പണ്ട് നമ്മളെ അമ്മമ്മമാർ നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്ന പറഞ്ഞല്ലേ. ഇനിയൊക്കെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. ഭക്ഷണം കുറേ കഴിക്കുന്ന സമയത്ത് എൻ്റെ വയറിങ്ങനെ കൊടവയറായിട്ട് വരുമെന്നും വലിയ ആനക്കുട്ടിയുടെ വയറ് വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന വയറായിരിക്കും 10 മാസം എനിക്ക്. എന്നാലും എൻ്റെ കുട്ടിയല്ലാന്ന്. നൗഷാദെ, അങ്ങനെ അല്ല അത് പറയാ, എന്നോട് തെറ്റിപ്പോയതാണ്. നൗഷാദെ, ഇങ്ങനെ കളിക്കരുത് കേട്ടോ. ഇനി കമൻ്റ് ഇടുമ്പോൾ കറക്റ്റായിട്ട് കമൻ്റ് ഇടണം. കൊച്ചുങ്ങളുടെ അച്ഛൻ വേറെയാണെന്നോ കൊച്ചുങ്ങളുടെ അമ്മായി വേറെയാണെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്തോ ആട്ടെ, ഇത് കൊച്ചുങ്ങളുടെ തള്ളയല്ല ഞാനേന്ന്. അപ്പം ഞാൻ ആര് സാറേ? എന്നാൽ എൻ്റെ വയറെന്തായിരുന്നു? സെക്ഷൻ ചെയ്ത ആ തുന്നിക്കൂട്ടിയ ആ വരികൾ എൻ്റെ ശരീരത്തിൽ എങ്ങനെ വന്നു? ഡോക്ടർ വെറുതെ എന്തുവാ വയറ്റിൽ കുടലെങ്ങാനുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് കീറിയതായിരിക്കും. അല്ലാതെ ഭർത്താവില്ലാന്നോ അല്ലെങ്കിൽ കാമുകനില്ലാന്നോ ബാപ്പയില്ലാന്നോ ഉമ്മയില്ലാന്നോ കൂടപ്പിറപ്പിളില്ലാന്നോ ഇതൊക്കെ പറയാം. കണ്ടോൻ്റെ കുഞ്ഞിനെ ഞാനെടുത്ത് വളർത്തുന്നെന്ന് പറയാൻ അങ്ങനെ അല്ല നൗഷാദേ. അത് ഞാൻ പ്രസവിച്ച 2 മക്കളാ വേണേ കണ്ടോ വളർത്തുന്നതെന്ന് അങ്ങനെ നിനക്ക് പറയാം.
എന്നാലും കുട്ടികൾ എൻ്റേതല്ല എന്ന് പറയരുത്. ഞാൻ തന്നെയാടാ പ്രസവിച്ചേ. ഇനി എനിക്ക് സംശയം ഉണ്ടെങ്കിൽ താമരശ്ശേരി പഞ്ചായത്തിൽ ഞാൻ കൊണ്ടുപോകും. അവിടെ ഉണ്ട് കുട്ടികളുടെ അമ്മയുടെ സ്ഥാനത്ത് പേര് വേണ്ട, മദർ മേരിയിൽ ഞാൻ കൊണ്ടുപോകും. അവിടെ ഉണ്ട് ബേബി ഓഫ് ജസ്ന. ചാവറയിലും ഞാൻ കൊണ്ടുപോകും. അവിടെയുണ്ട് ബേബി ഓഫ് ജസ്ന. നൗഷാദിനെ ഞാൻ കൊണ്ടുപോകും ഇങ്ങനെയാണെങ്കിൽ. അല്ലടേ, അവന് കമൻ്റ് ഇട്ടിക്ക്, പല കമൻറ്റുകളും കണ്ടിക്ക്. സ്വന്തം മക്കൾ എൻ്റേതല്ല എന്നും പറഞ്ഞിട്ട് ആരാൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വളർത്തുന്നോലെ. ഞാനാര് ആ വിളമാതിരിയോ 32 ദിവസം പ്രായമായപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളാരും ഉപേക്ഷിച്ചിട്ട് കിട്ടിയതല്ല, എൻ്റെ സ്വന്തമാണത്. കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് കിട്ടിയതാ. അള്ള വേണ അവൻ്റെ ഒരു ഡയലോഗ് കീറി മുറിച്ചിട്ടാ അതിനെനിക്ക് കിട്ടിയേ. എന്നിട്ട് ഇഞ്ചേതല്ല പോലും. പിന്നെ ആരുടേതാണ് ചോദിച്ചാൽ എൻ്റെ ആ പാപ്പ കോയൻ്റേതോ അല്ല, പിന്നെ എവിടെയോ കിടക്കുന്ന എൻ്റെ കോയനെ പറയിപ്പിക്കാനായിട്ട് കള്ള ഹിമാറ്. കമൻറ്റുകൾ ഇടണം, പക്ഷേ ഇച്ചാതി ആസനത്ത് കയറിയിട്ടുള്ള കമൻറ്റ് നല്ലതിനല്ല. ഏതായാലും 2 കുട്ടികൾ എൻ്റേതാണെന്നുള്ളതിന് എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ബോധിപ്പിക്കേണ്ടി വന്നാലും പഞ്ചായത്തിലും ഉണ്ട്, ഹോസ്പിറ്റലിലും ഉണ്ട്. രണ്ടും ഞാൻ കൊണ്ടുവച്ച് കാണിക്കും, ഉറപ്പാ. ആദ്യം നൗഷാദിൻ്റെ പാപ്പക്ക് കോയൊക്കെ എന്നെ കാണിക്കും, എന്നിട്ടേ നാട്ടുകാരെ കാണിക്കുള്ളൂ. കേട്ടോ നൗഷാദ്ക്ക? കോയക്കാരനോട് ഞാൻ അന്വേഷിച്ചിട്ട് പറയണേ. എന്നാലും അതെൻ്റേത് തന്നെയാ, സത്യമായിട്ട്. നിനക്ക് മാറിപ്പോയതാ, പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോയതാ കേട്ടോ. ഇനി കമൻ്റ് ഇടുമ്പോൾ നോക്കിയും കണ്ടിട്ടൊക്കെ ഇടണേ, അല്ലെ ഇത് പോണം പാളിപ്പോവേ. ശരിയേ നൗഷാദ്ക്ക?